ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഉണക്കത്തുവരയുടെ തോരനാണ്. ആദ്യം ഞാൻ കുക്കറിൽ തുവരപ്പരിപ്പ് വേവിച്ച് വെച്ചു. വേവിച്ചതിന് ശേഷം തേങ്ങയും കുറച്ച് കാന്താരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അരപ്പ്. പിന്നെ അതിന് ശേഷം ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് വറുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി, ഉള്ളി മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അതിനടുത്തത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം അരപ്പും കൂടെ ചേർക്കുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഞാൻ മൊത്തം തുവരപ്പരിപ്പ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, ഇപ്പോൾ തുവരപ്പരിപ്പിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാത്ത ഉപ്പ് നിങ്ങൾ അരപ്പും കൂടെ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇച്ചിരി കുഴഞ്ഞ രീതിയിലിരിക്കുകയാണ് നല്ലത്, എന്നാലേ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതായി. അതിന് ശേഷം കുറച്ച് പച്ചക്കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് ആ വെള്ളം ഒന്ന് പറ്റി ആ തേങ്ങയുടെ പച്ചമണം വരത്തേനൊന്ന് അടുപ്പത്തിട്ട് ഒന്ന് ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം വറ്റി വരുന്ന പാകത്തിലാകുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവും. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക.